വഴിക്കടവിൽ ഒരു വിദ്യാർത്ഥി പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ UDF ഗൂഢാലോചന, പ്രതിപക്ഷ ഗൂഢാലോചന ആരോപിച്ച ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ആ പ്രസ്താവനയിൽ നിന്നും മലക്കം മറിഞ്ഞതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നത്. പറഞ്ഞത് എന്താണെന്നെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അതേ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ മുഴുവൻ പിന്തുണച്ച ഒരാളുണ്ട്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MV ഗോവിന്ദൻ ആ ഗൂഢാലോചന എന്നുള്ള വാക്ക് ആവർത്തിക്കുകയുണ്ടായി. മന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ ഗൂഢാലോചന വാദവും MV ഗോവിന്ദൻ പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിൻവലിച്ച് മാപ്പ് പറയണം. നിലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണം. തെറ്റായ മന്ത്രി പറഞ്ഞു, മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അങ്ങനെ പറയാമല്ലോ. പറഞ്ഞത് എന്താണെന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്. പറഞ്ഞത് തിരിഞ്ഞു കയറിയപ്പോഴാണ് അതിൽ നിന്ന് മാറി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതിലേക്ക് വന്നത്. അതിനെ പിന്തുണച്ച, ഗൂഢാലോചന വാദത്തെ പിന്തുണച്ച MV ഗോവിന്ദൻ്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയാം. ഇന്നിപ്പോൾ അത് പോയപ്പോൾ പന്നിക്കണി പോയി കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സാധനമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. ഇത് വർഗീയ കക്ഷികളുമായിട്ടുള്ള UDFൻ്റെ ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളൊരു പുതിയ ആരോപണവുമായി സാക്ഷാൽ ഗോവിന്ദൻ പിന്നെയും വന്നിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കന്മാരുടെ മുൻകാല പ്രസ്താവനകളാണ് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചും വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും. 2009 അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ദേശീയ സാർവദേശീയ രംഗത്തേക്ക് ഒക്കെ ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അവരുടെ പിന്തുണയെ. പിണറായി വിജയൻ പറഞ്ഞാണ്. ശ്രീ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നയാൾ ജമാഅത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു. ജമാഅത്ത് ഇസ്ലാമി പിന്തുണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ 2011 ജമാഅത്ത് ഇസ്ലാമിയായി ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം അവരുമായിട്ട് ചർച്ച നടത്തി. അതിനുശേഷം വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുമായി മുമ്പും ചർച്ചകൾ നടത്താറുണ്ട്. എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത്, ഒരു രഹസ്യ ചർച്ചയല്ല, അവർ നേരിട്ടാണ് വന്നത്. ഇതിനു മുൻപ് ചർച്ച നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ. ഇനി അതുപോലെ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി, അത് 2011 തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന വിഡ്ഢിത്തം ഞങ്ങൾ പറയില്ല. CPMൻ്റെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ്. ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല. CPM അങ്ങനെ മുമ്പും പറഞ്ഞിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു കൂട്ടർക്കും ഒരേ നിലപാടാണുള്ളത്. ഇനി വിവാദങ്ങളെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത്, ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ്, ചർച്ച നടത്തിയത്. ഇനി അഭിപ്രായം വ്യക്തമാക്കേണ്ടത് അവരാണ്. അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചു. ഒരു കൂട്ടർ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് എന്തിനാണ് വേവലാടിപ്പെടുന്നത്? ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള പൂർവ്വകാല ബന്ധം. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. 6 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഞാൻ മത്സരിച്ച 6 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്നീടുണ്ടാകും എനിക്കെതിരായിരുന്നു. കാരണം എന്താ? അവർ LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു. അവർ 2019 ശേഷമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരണം, വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത്. അപ്പോൾ AKG സെൻറ്ററിൽ ഇരുന്നപ്പോൾ CPMന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, CPMന് പിന്തുണ പിൻവലിച്ച് UDFന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ. ഇതാണ് സ്ഥിരം പരിപാടി. ഇനി ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയും UDFന് പിന്തുണ കൊടുത്തതിനാണ് CPMന് വിഷമം. അപ്പോൾ PDPയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ. PDPയുടെ പിന്തുണ ആർക്ക്? CPMന്. ഈ CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതിൽ യാതൊരു പരിഭവവും ഇല്ല, അല്ലേ? എന്താണ് മദനിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞത്? മദനിയെക്കുറിച്ച് പറഞ്ഞത് ഇത് ഒരു കോപ്പിയാണ്, PRD ഇറക്കിയൊരു കോപ്പിയാണ്. എന്താ പറഞ്ഞത്? ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന ആരാധനാലയങ്ങളിലും
തീർത്ഥാടന കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറിയ സംസ്ഥാന പോലീസിന്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ മുളയിലെ കളയാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. മദനിയെ പിടിച്ച്, അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് PRDയുടെ രേഖയിൽ ഇട്ട സർക്കാരാണ് LDF സർക്കാർ. ഇപ്പോൾ ആ മദനിയുടെ PDPയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു വിഷമവുമില്ല. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്ത ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് പഴയ ഞാൻ എല്ലാം വായിക്കാഞ്ഞിട്ടാണ്. ഇഷ്ടംപോലെ കാര്യങ്ങൾ. ദേശാഭിമാനിയുടെ മുഖ പ്രസംഗം എന്താണ്? LDFനെ പിന്തുണയ്ക്കാനുള്ള ജമായത്ത് ഇസ്ലാമിയുടെ തീരുമാനം ആശാവഹവും ആവേശകരും. ഇത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. എന്നിട്ട് ഓന്തിനെ പോലെ നിറം മാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? CPMന് സ്വീകരിക്കാം, LDFന് സ്വീകരിക്കാം, UDFന് സ്വീകരിക്കാൻ പാടില്ല. അത് എവിടത്തെ പരിപാടിയാണ്? എന്ത് പരിപാടിയാണ് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിന്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാം. ഇതാണ് പറയാം. അടുത്തൊരു കാര്യം, ഒരു കപ്പല് മറിഞ്ഞു, രണ്ടാമത്തെ കപ്പല് കത്തി. ആദ്യത്തെ കപ്പല് പറഞ്ഞപ്പോൾ ഇതിനു മുൻപുണ്ടായ പ്രീസിഡൻസ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, നമുക്കറിയാം, തീരപ്രദേശത്തെ ആളുകൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പോലും പറ്റാത്ത സ്ഥിതി വന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കേണ്ടെന്നാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഇതിനു മുമ്പുള്ള പ്രസിഡന്റ് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത് പരമാവധി പണം മേടിച്ച് ഇതിന്റെ ഇരകളായ സാധാരണക്കാരെ സഹായിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഈ കമ്പനിക്കെതിരായി കേസ് കൊടുക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചെന്ന് വ്യക്തമാക്കണം? അടുത്ത കേസും ഈ കത്തിയ കേസിലും ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇതുപോലെ ഹസാഡസ് ആയിട്ടില്ല, ജീവഹാനി വരുത്തുന്ന കെമിക്കൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രണ്ട് കപ്പലിലും ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഗവൺമെന്റുകൾ നഷ്ടപരിഹാര കേസ് കൊടുത്ത് നഷ്ടപരിഹാരം വാങ്ങിക്കുക. ഈ രണ്ട് കേസിലും എന്തുകൊണ്ട് കേസ് കൊടുക്കണ്ട? ആദ്യത്തെ കേസിലാണ് തീരുമാനം വന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് വ്യക്തമാക്കണം. ഇവിടെ CPM ഈ വർഗീയ വിരുദ്ധത പറയുന്ന ആളുകൾ BJPയുമായി പരസ്യമായ ബാന്ധവത്തിലാണ്. BJPയുടെ മത്സരിക്കേണ്ടെന്നാണ് തീരുമാനിച്ചത്. എന്നിട്ട് അവസാനം സമ്മർദ്ദം വന്നപ്പോൾ അപ്രസക്തനായ, ഞാൻ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി പറയുന്നില്ല, അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് CPM BJPയോ ആയിട്ടുള്ള രഹസ്യമായ ബാന്ധവമാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. BJPയുടെ പ്രസൻസ് പോലും ഇല്ല, ഒരു പ്രസൻസ് പോലും ഇല്ല തെരഞ്ഞെടുപ്പ്. ഇത് പൊളിറ്റിക്കൽ ഫൈറ്റാണ്. CPMഉം LDFും UDFും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയമായ പോരാട്ടമാണ്. ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത്. ഒരു തരത്തിലുമില്ല. അവർ ഞങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്താണല്ലോ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ 20 സീറ്റിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്താണ്. അതൊക്കെ വെറുതെ കള്ളക്കഥകളാണ്. അവരും ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ അവരുടെ ചർച്ചയും നടത്തിയിട്ടില്ല ആ കാര്യത്തെ പറ്റി. അത് പച്ചക്കള്ള നിരുപാധികമായ പിന്തുണയാണ്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അവർ ഒരു കാര്യവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല, അസംബ്ലി തെരഞ്ഞെടുപ്പിലും ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉണ്ടായി ഞങ്ങൾക്ക്. അല്ല, അവർ ദേശീയ തലത്തിൽ ഒരു നിലപാടെടുത്തു. കാരണം കോൺഗ്രസ് ദുർബലമാകരുത്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത്, കോൺഗ്രസ് ശക്തിപ്പെടുത്തണം. സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട്. അവർ ഞങ്ങളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണച്ചു. CPM കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി അവരുടെ പിന്തുണ നേടി മത്സരിക്കുന്ന ആളുകൾ അവർ ഞങ്ങളെ പിന്തുണച്ചപ്പോൾ അവരെങ്ങനെ വർഗീയതയാവുന്നു? അല്ലെ എന്ത് ചോദ്യം? അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവർ വർഗീയ ശക്തികളാണെന്ന്.
അവർ CPM പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവർ വർഗീയ ശക്തികളാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവർ പിന്തുണയ്ക്കുന്നു. ഒരാൾ അല്ലല്ല, അത് CPM പിന്തുണ കൊടുത്തപ്പോൾ അതുണ്ടായിരുന്നില്ല. അവര് ആ വാദമൊന്നും അവർ ഇല്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവരൊരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. അത് അവർ തന്നെ അങ്ങനെ അല്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? അല്ലെന്നേ, അതൊക്കെ നേരത്തെ പഴയ കാര്യങ്ങളല്ലേ, ഇപ്പൊ ഇല്ലല്ലോ. അല്ല, അതിപ്പോ UDFന് പിന്തുണ കൊടുത്തപ്പോൾ നിങ്ങൾക്കുള്ള പ്രശ്നമല്ലേ. LDFന് പിന്തുണ കൊടുത്തപ്പോൾ നിങ്ങൾ ആരും ഈ പിണറായി വിജയനോടൊരു ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? അവര് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ലല്ല, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അങ്ങനെയല്ലല്ലോ. അവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ തന്നല്ലോ. അപ്പൊ നിങ്ങളാരും പറഞ്ഞില്ലല്ലോ, നിങ്ങളാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അവർ നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് പിന്തുണ പുറത്തുനിന്നാണ് നൽകുന്നത്, ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ടല്ലല്ലോ നൽകുന്നത്. ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ടല്ലല്ലോ അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. മുന്നണിക്ക് പുറത്തു നിന്നുകൊണ്ട് ഒരുപാട് കക്ഷികൾ. ഞാൻ ഇന്നൊരു കാര്യം പറയും. ഇന്ന് ഞാനൊരു പത്രവാർത്ത വായിച്ചു. എന്താണ്? രാഷ്ട്രീയ വിശാല ഹിന്ദു മുന്നണി LDFന് പിന്തുണ കൊടുത്തുന്നു. നിങ്ങൾ ആ പിണറായി വിജയൻ വരുമ്പോൾ ഒന്ന് ചോദിക്കുക, അതെന്താണ് വിശാല ഹിന്ദു മുന്നണി LDFന് പിന്തുണ കൊടുത്തെന്ന്? ഇന്നത്തെ പത്രത്തിൽ ഹിന്ദു മഹാസഭ ആർക്കാ പിന്തുണ കൊടുത്തേക്കണേ? അത് നിങ്ങളാരും ചോദിക്കണല്ലോ. നിങ്ങൾ പിണറായി വിജയനോട് ഈ ചോദ്യം ഒന്നും ചോദിക്കാറില്ലല്ലോ. ഞങ്ങൾ മതേതര നിലപാടിൽ നിങ്ങൾ കൈരളിയുടെ ലേഖൻ ഈ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. വ്യക്തമായ, അല്ല കേൾക്ക്, ഞാൻ പറഞ്ഞ കേൾക്ക്, വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. ഇപ്പം നിങ്ങൾക്ക് പിന്തുണ തരാതായപ്പോൾ അവർ വർഗീയവാദി, അതുവരെ മതേതരവാദി. ഞാൻ പറഞ്ഞല്ലോ, 6 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ LDFനായിരുന്നു അവരുടെ പിന്തുണ. LDFന് ഞാനൊരു കുഴപ്പവും പറഞ്ഞിട്ടില്ല. കാരണം LDFന് പുറത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം LDFന് പിന്തുണ കൊടുക്കുന്നു. അവർക്ക് LDFനോടായിരുന്നു ആഭിമുഖ്യം. എത്രയോ സംഘടനകൾ ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്. എത്രയോ മത സംഘടനകൾ, എത്രയോ കക്ഷികൾ, ചെറിയ പാർട്ടികൾ, എത്ര പേര്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ സാധാരണ ഇത്രേ ഉള്ളൂ. നോ മോർ ക്വസ്റ്റ്യൻ. അത് പറഞ്ഞു കഴിഞ്ഞു, എല്ലാത്തിനും കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് ഇടതുപക്ഷത്തെ ചില സാംസ്കാരിക പ്രമുഖരുണ്ട്. അവർ നാട്ടിൽ നടക്കുന്നതൊക്കെ കണ്ണടയ്ക്കും. എന്നിട്ട് ഈ ചിതറിത്തെറിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ട് പരസ്യമായി പിന്തുണയ്ക്കുകയാണ്. ഈ ആശാ വർക്കർമാർ ഇത്രയും ദിവസം കണ്ണീരുമായി തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ ഇവരാരും പോയില്ലല്ലോ. ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അക്കാഡമിയുടെ ചെയർമാനാണ് ശ്രീ സച്ചിദാനന്ദൻ. ഞാൻ അദ്ദേഹത്തെ തൊഴുകയോടുകൂടി നമസ്കരിക്കും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടല്ല. പക്ഷെ അദ്ദേഹം ഒരു വ്യക്തമായ നിലപാടെടുത്തു. അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയമാണെങ്കിൽ ആയിക്കോട്ടെ. മല്ലിക സാരാഭായ് LDF കലാമണ്ഡലത്തിൻ്റെ ചാൻസലറാക്കിയതാണ്. അവരൊരു നിലപാടെടുത്തു. അവരുടെയൊക്കെ രാഷ്ട്രീയം വേറെയാണ്, ഞങ്ങളുടെ രാഷ്ട്രീയമല്ല. പക്ഷെ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയും അവരുടെ മുന്നിൽ നമസ്കാരം പറയുകയും ചെയ്യുക. സാറ ടീച്ചർ എന്തൊരു സ്ട്രോങ് സ്റ്റാൻഡാണ് എടുത്തത്. എത്ര പേരുണ്ട് അന്നൊന്നും കാണാത്ത ആളുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോൾ ഇറക്കിയിരിക്കുക. തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു പ്രശ്നം വന്നാലും ഇവരൊന്നും കണ്ണുറക്കില്ല, ഇവരൊന്നും കാണൂല, കണ്ണടയ്ക്കും. LDF ഭരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. UDF വോട്ടുകളും ശേഖരിക്കാനാണ്, അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച്
അല്ല, ആയിരിക്കാം LDF-ഉം CPM-ഉം BJP-യും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവമുണ്ട്. സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നാണ് അവർ ആദ്യത്തെ ചർച്ചയിൽ തീരുമാനിച്ചത്. രണ്ടാമത് അത് BJP-ക്കെതിരായിട്ട് വലിയ ആക്ഷേപമായി വന്നപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ UDF വോട്ട് ബാങ്കിൽ വിള്ളൽ വരുത്താം എന്ന് കരുതിയിട്ടാണ് വന്നത്. ഒരു വോട്ടും ഞങ്ങളുടെ വിണ്ടുപോകില്ല അതിൻ്റെ അകത്ത്. BJP വോട്ട് അല്ല, അവർ തമ്മിൽ ധാരണയുണ്ടല്ലോ, ചെയ്യാറുണ്ടല്ലോ സാർ. അതൊന്നും ഞങ്ങളുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല. ഞങ്ങൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലൂടെ ജയിക്കും. അതൊക്കെ പൊളിറ്റിക്കൽ വോട്ടാണ്. ഞങ്ങൾക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ വോട്ടാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമായ പിന്തുണയ്ക്കുന്നവരാണ്. ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതൊന്നും ഒരാൾ പോവില്ല. BJP-ക്ക് വോട്ട് ചെയ്തിട്ട് LDF-നെ ജയിപ്പിക്കാൻ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആണെങ്കിൽ അവർ കൂട്ടുവെക്കില്ല. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഡിമാൻഡ് അവരും വെച്ചിട്ടില്ല, ഞങ്ങളങ്ങനെ ചെയ്യില്ല. ഞങ്ങളില്ലെന്ന്, ഞങ്ങളങ്ങനെ ആലോചിച്ചിട്ടില്ല എന്ന് ഞാൻ ക്ലിയർ ചെയ്ത് പറഞ്ഞല്ലോ. അല്ല, അതൊക്കെ എല്ലാ കാര്യങ്ങളും പറയേണ്ട കാര്യം. അല്ല, അതൊന്നും നമ്മളിവിടെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയില്ലേ, അവർ ഞാൻ ചെയ്യണത് ഞാൻ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കൈരളിയിൽ നിന്ന് കുറെ പേര് വന്നിട്ട് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചാൽ ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയണ്ടല്ലോ. നിങ്ങളിങ്ങനെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കും. കൈരളി റിപ്പോർട്ടർ മുഖ്യമന്ത്രിയോട് ചോദിക്കും, ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മതേതര പാർട്ടിയാണോ വർഗീയ പാർട്ടിയാണെന്ന് ഇവിടെ മുഖ്യമന്ത്രിയോട് ചോദിക്കും. ഇത് കണ്ടോ, ഇത് കാണ്, അവിടെ പോയി ചോദിക്കും. അവിടെ ചോദിക്കാറില്ല. വേറെ ചോദ്യം ഉണ്ടോ ചോദിക്കും. വേറെ ചോദ്യം. ഞാൻ ദേഷ്യം പിടിച്ചില്ല. നിങ്ങൾ സ്ഥിരമായി നിങ്ങൾ സ്ഥിരമായി പത്രസമ്മേളനം നടത്തുമ്പോൾ നിരവധി ആളുകൾ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ വന്ന് വേറെ ഒരു മാധ്യമ പ്രവർത്തകനും ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ആവർത്തിച്ച് ചോദ്യം ചോദിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട. ഞാൻ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും UDF-ന്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായ? അപ്പോൾ ആ കൈരളിയും ദേശാഭിമാനി ഇത് തൃക്കാക്കര ഇലക്ഷൻ തുടങ്ങിയ പരിപാടിയാണ്. കുറേ പേരങ്ങോട്ട് വരിക, എന്നിട്ട് വേറെ ആർക്കും ഇവിടെ നിൽക്കുന്ന ആർക്കും ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുത്തില്ല. നിങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലെന്ന് അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി. 50 മിനിറ്റ് സംസാരിച്ചിട്ടേ അവസാനത്തെ 10 മിനിറ്റ് നിങ്ങൾ മാത്രം ചോദ്യം ചോദിച്ച് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് പോകുന്ന രീതിയല്ല എൻ്റെ. ഇത്ര നേരം ചോദിച്ചു ഈ ചോദ്യമുള്ളൂ, ഇനി ചോദ്യത്തിന് മറുപടിയില്ല. നിങ്ങൾക്ക് മറുപടിയില്ലെന്ന്. നിങ്ങൾ 5 പ്രാവശ്യം ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ച് ബാക്കിയുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരം കളയുന്ന തന്ത്രം എൻ്റെ അടുത്ത് വിലപ്പോയില്ല. മനസ്സിലായ? അതുകൊണ്ട് അത് വേണ്ട. UDF ഉജ്ജ്വലമായ വിജയം നേടും, ഒരു സംശയം വേണ്ട. കുറച്ച് ദിവസമല്ലേ ഉള്ളവർ. തൃക്കാക്കരയിൽ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും 1 മാസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് PT തോമസിന് കിട്ടിയ ഭൂരിപക്ഷം ഇരട്ടിയായി 25,000 ആയത്. അന്ന് ഇത്രയും മന്ത്രിസഭ വഷളായിട്ടില്ല. അന്ന് മുഖ്യമന്ത്രി ഇത്ര അൺപോപ്പുലർ ആയിട്ടില്ല. കാരണം തുടർ ഭരണത്തിൻ്റെ ഒരു ഗ്ലാമറിൽ നിൽക്കുന്ന സമയത്താണ് അവർ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഞങ്ങൾ വലിയ ഭൂരിപക്ഷം തിരിച്ചു. ഇനിയിപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും നിന്നോട്ടെ, സന്തോഷം. അത് നിങ്ങളല്ലേ തീരുമാനിക്കണം. ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ ആ ചാപ്റ്റർ അടച്ച. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചോദ്യം ചോദിക്കാം. നിങ്ങൾ 1 മണിക്കൂറൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. 2 ചോദ്യം നിങ്ങൾ ചോദിക്കാം അദ്ദേഹത്തോട്. ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ചോദിക്കാം. എന്തുകൊണ്ടാണ് രാജിവെച്ചത്? അദ്ദേഹം എന്തിനാണ് രാജിവെച്ചത്? ഞങ്ങളോട് ആലോചിച്ചിട്ടല്ല രാജിവെച്ചത്, സ്വന്തമായ തീരുമാനം. രാജിവെച്ചു.
അല്ലേ? ഒരു തീരുമാനം ഉണ്ടാവില്ല. എന്നിട്ട് രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പ് മുഴുവൻ അടിച്ചേൽപ്പിക്കപ്പെട്ടു. രാജ്യത്തിന് ചെലവ്, അല്ലേ? നാടിന് ചെലവ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെലവ്, ഒരുപാട് പേരുടെ അധ്വാനം. എന്നിട്ട് ഇദ്ദേഹം വീണ്ടും മത്സരിക്കുക. എന്തിനാ? എന്നാ പിന്നെ രാജിവെക്കണ്ടായിരുന്നല്ല. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നതിന്റെ പ്രസക്തി എന്താ? നിങ്ങൾ ചോദിക്കും. നിങ്ങൾ ഇതുവരെ നിങ്ങൾ കേൾക്ക്. നിങ്ങൾ ചോദിച്ചിട്ടില്ല ആ ചോദ്യം. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് LDF ക്യാമ്പുകൾ പ്രചരിപ്പിക്കുന്നതാണ്. മനസ്സിലായില്ല? അങ്ങനെ ഒരു സതീശനിസമില്ല. ഒരു UDF ഇസമുണ്ട്. UDFിനൊരു നിലപാട്. സതീശൻ ഒറ്റയ്ക്കൊരു നിലപാടില്ല. മനസ്സിലായില്ല? പിണറായി അവിടെ ചിലപ്പോൾ അദ്ദേഹം പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓക്കെ എന്ന് പറയും. ഇവിടെ VD സതീശൻ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഈ ചെറുപ്പക്കാരനായ VSOE പോലും ചോദ്യം ചെയ്യും. സതീശനെ ചോദ്യം ചെയ്യും. അത് ശരിയല്ലല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയും. അതാണ് UDFും കോൺഗ്രസും ഒക്കെ. അതുകൊണ്ട് സതീശനിസമല്ല, UDF ഇസമുണ്ട്. UDFിനൊരു അല്ല, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം UDF മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ദുർഭരണം നമ്പർ 1. നമ്പർ 2, BJPയും CPMും തമ്മിലുള്ള രഹസ്യ ബാന്ധവം. 3, ഈ നിലമ്പൂരിൻ്റെ വികസന മുരടിപ്പ്. ഈ 3 കാര്യങ്ങളും ചർച്ചയാവും. പിന്നെ സർക്കാർ ഉയർത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും, നേട്ടങ്ങളായി ഉയർത്തിക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ചീട്ടുകൊട്ടാരം പോലെ വീണു. അതും ചർച്ചയാവും. ഞങ്ങളല്ലേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടും. അത്രയേ ഉള്ളൂ. സംശയം അല്ല, ഞങ്ങൾക്ക് കിട്ടേണ്ട പൊളിറ്റിക്കൽ വോട്ടുകളാണ്. അത് ആ പൊളിറ്റിക്കൽ വോട്ട് പ്ലസ് ഈ ഗവൺമെന്റിനെതിരായ പ്രതിഷേധത്തിൻ്റെ വോട്ടുകൾ ഈ സർക്കാരിന് താക്കീത് കൊടുക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വോട്ട് അത് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. ഞങ്ങളുടെ ഒരു വോട്ടും പോവില്ല. പറയാം, കേരളത്തിൽ എവിടെ ഇത്തരം സംഭവം ഉണ്ടായാലും അതിശക്തമായി ജനങ്ങൾ പ്രതിഷേധിക്കും. പ്രത്യേകിച്ച് ഒരു കുഞ്ഞു മരിച്ചതാണ്, ഒരു അനാസയുണ്ട്. ആരുടെയൊക്കെ അനാസ? അവിടെ നിരന്തരമായി ഇങ്ങനെ പന്നിക്കണി വയ്ക്കുന്നു എന്ന് KSEBിയിൽ അറിയിച്ചിട്ടുണ്ട്. ഒരു വൈദ്യുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്പർ 1. നമ്പർ 2, പോലീസിനറിയാം പന്നിക്കണി വയ്ക്കുന്നത്. നമ്പർ 3, ഫോറസ്റ്റിനറിയാം. ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അറിയാം അവിടെ പന്നിക്കണി വെച്ച് ഈ ഓപ്പൺ ഇതിൽ നിന്ന് കറണ്ട് എടുത്ത് ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവൃത്തി എല്ലാവർക്കും അറിയാം. ഒരു ഗവൺമെൻറ് ഏജൻസി ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പോൾ ഒരു സ്വാഭാവികമായ പ്രതിഷേധം എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവും. അത് ഭരണകൂടത്തിനെതിരായിട്ടാകും. ഭരണകൂടത്തിൻ്റെ 3 ഏജൻസികളാണ്. സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവും. ഇപ്പോൾ കടുവ ഒരാളെ കടിച്ചു കൊല്ലുന്നു. അപ്പോൾ വനമന്ത്രി അയക്കുന്ന കടുവയല്ല കടിച്ചു കൊല്ലുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു അനാസ അവിടെയുണ്ട്. വന്യമൃഗശല്യം തടയാൻ ഒരു നടപടി എടുത്തില്ല. അപ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാവും. ഇതൊക്കെ നാച്ചുറൽ അല്ലേ? കേരളത്തിൽ എവിടെയും ഇല്ലാത്തത്. ഇത് കേരളത്തിൽ എല്ലാ സ്ഥലത്തും എവിടെ ഉണ്ടാവും. നിങ്ങൾ ഈ ചോദിക്കുന്ന ആളുകൾ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രതിഷേധത്തിൽ പങ്കുചേരും. അപ്പോൾ അത് രോഷമാണ്, ആളുകളുടെ പ്രതിഷേധമാണ്, സങ്കടമാണ്, നിരാശയാണ്, വിഷമമാണ്, ആ കുടുംബത്തോടുള്ള സഹതാപമാണ്, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട കുടുംബത്തോടുള്ള ഇതാണ്. അപ്പോൾ എല്ലാം മനുഷ്യരല്ലേ, അവരുടെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇത് കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് ഒരാളെ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ ആളുകൾ പ്രതിഷേധിക്കുന്നത്? ആനയോടുള്ള പ്രതിഷേധമാണോ? അത് ഭരണകൂടത്തോടുള്ള പ്രതിഷേധമാണ്. ഭരണകൂടം പ്രൊട്ടക്ട് ചെയ്തില്ല. അതാണ് ഞാൻ പറയുന്നത്, സർക്കാർ ഇല്ലായ്മ. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവരുടെ സാന്നിധ്യം ആഗ്രഹിക്കും. ഇവിടെ ആ സർക്കാരിൻ്റെ സാന്നിധ്യം ഇല്ല, സർക്കാർ ഇല്ലായ്മയാണ്. അതാണ് പ്രശ്നം. ഇതൊക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്ന കാര്യമാണ്.
ശല്യക്കാരായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് പൂർണ്ണമായ അധികാരമുണ്ട്. അദ്ദേഹത്തിന് അത് ഓതറൈസ് ചെയ്യാം. ഇത് നമ്മുടെ എം പിമാർക്ക് ശ്രീ ഫ്രാൻസിസ് ജോർജിന്, അതുപോലെ ശ്രീ ഡീൻ കുര്യാക്കോസിന് എല്ലാം കേന്ദ്ര വനം വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ കൊടുത്ത, അവരുടെ ചോദ്യങ്ങൾക്ക് കൊടുത്ത, അവരുടെ കത്തുകൾക്ക് കൊടുത്ത മറുപടിയാണ്. കേട്ടോളാം. സെക്ഷൻ 11(1)(a) ഓഫ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എംപവേഴ്സ്, അധികാരപ്പെടുത്തുന്നു ആരെയാണ്? ദ സ്റ്റേറ്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻസ് ടു ഗ്രാൻഡ് പെർമിറ്റ്സ്, അനുവാദം കൊടുക്കുക. എന്താണ്? ഫോർ ഹണ്ടിങ് ആനിമൽസ് ലിസ്റ്റഡ് ഇൻ ഷെഡ്യൂൾഡ് 1 ഓഫ് ദി ആക്ട്. ഈ നിയമത്തിൻ്റെ ഷെഡ്യൂൾഡ് 1 പറയുന്ന നാശം വിതയ്ക്കുന്ന ആനിമൽസിനെ, വിച്ച് ബിക്കം ഡേഞ്ചറസ് ടു ഹ്യൂമൻ ലൈഫ്. ഫർദർ, ദ സെക്ഷൻ 11(1)(b) ഓഫ് ദ ആക്ട് എംപവേഴ്സ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ or any authorized officer to grant permits for hunting of wild animals falling under Schedule 2 of the Act. Schedule 2-ൽ പറയുന്ന മൃഗങ്ങളെയും കൊല്ലാൻ അധികാരമുണ്ട്. If such animals have become dangerous to human life or property. ഇത് നിയമത്തിലാണ്, ഇതുണ്ട്. ഈ നിലമ്പൂർ ഇലക്ഷൻ ആയപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് നിയമം മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റിന് മനുഷ്യജീവന് അപകടം വരുത്തുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരമുണ്ട്. ആ പഞ്ചായത്ത് 134 പന്നികളെ കൊന്നല്ലോ. വഴിക്കട പഞ്ചായത്ത് വെടിവെച്ച് കൊന്നു. പക്ഷെ ഒരു പഞ്ചായത്തിന് മാത്രം പറ്റുമോ? അത്രയും പന്നികളാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് വൈൽഡ് ലൈഫ് വാർഡനെയോ വേറെ ആരെങ്കിലെയോ ഓതറൈസ് ചെയ്ത് ഈ അപകടം വരുത്തുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരമുണ്ട്. ഇതാണ് ഞങ്ങളുടെ എം പിമാർ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും, അവർ കത്തുകൾ എഴുതി ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും, അവർ വനം മന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനങ്ങൾ കൊടുത്തപ്പോഴും അവർക്ക് കിട്ടിയ മറുപടി ഇതാണ്. മറുപടി അത് മിണ്ടുന്നില്ല. എന്നിട്ട് പറയണാണ് 6 മാസം കമ്മിറ്റി കൂടണമെന്ന് എവിടെ പറഞ്ഞേക്കണേ? അല്ല, 6 അംഗ കമ്മിറ്റി. ഇത് കേരളത്തിൽ ഒരു കത്ത് ശ്രീ ഫ്രാൻസിസ് ജോർജിന്, ഒരു കത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് അയച്ചിരിക്കുന്ന കത്താ. ചുമ്മാ പറയാ, ഒന്നും ചെയ്യൂല. അല്ല, അത് വേറെ. ഈ പന്നിയുടെ ഷെഡ്യൂൾ 1-ലും 2-ലും പെട്ട മൃഗങ്ങളെ മനുഷ്യജീവന് അപകടകരമായി ആര് വന്നാലും കൊല്ലാം. മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിൽ വന്നാൽ കൊല്ലാം. അതാണ് പഞ്ചായത്ത് 134 പന്നികളെ കൊന്നെന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലാം. മതിയല്ല? അല്ല, എനിക്കറിയില്ല മുഖ്യമന്ത്രി വനമന്ത്രിയെ വിളിച്ചോന്ന് എനിക്കറിയില്ല. ഞാൻ പത്രവാർത്തകളുണ്ട്. ഉണ്ടെങ്കിൽ അങ്ങനെ ശരിയാണെങ്കിൽ നല്ല കാര്യമാണ് മുഖ്യമന്ത്രി ചെയ്തത്. ആ കൂട്ടത്തിൽ ആ ഗോവിന്ദനും കൂടി ഒരു പട്ടിൽ പൊതിഞ്ഞ സഹകാരമെങ്കിലും കൊടുത്താൽ നന്നായിരുന്നു. ദേഷ്യപ്പെടില്ല. പട്ടിൽ പൊതിഞ്ഞ ഒരു സഹകാരം. എന്താണ് അങ്ങനെ ചെയ്തത്? അതാണ് പട്ടിൽ പൊതിഞ്ഞ സഹകാരം. താൻ എന്ത് പരിപാടിയാണ് ചെയ്തതെന്നല്ല ചോദിക്കുന്നത്. മോശമായിപ്പോയി, അങ്ങനെ ചെയ്തതായിരുന്നു, ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ള ഒരു പട്ടിൽ പൊതിഞ്ഞ സഹകാരമെങ്കിലും ആ ഗോവിന്ദനും കൂടി കൊടുക്കായിരുന്നു. ഗോവിന്ദനും ഇത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് നീലപ്പെട്ടി പോലെ പന്നിക്കണിയാക്കാൻ നോക്കിയതാണ്. തിരിഞ്ഞു കയറിയപ്പോൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലായെങ്കിൽ നല്ല കാര്യം. എനിക്ക്